ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ക്ഷയരോഗ വിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ. 2025 രാജ്യത്തെ ക്ഷയരോഗ മുക്തമാക്കുന്നതിനുള്ള നാഴികക്കല്ലായി TB നിർമ്മാർജ്ജന പരിപാടി മാറുമെന്ന് ഹരിയാനയിൽ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിന് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 33 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ 100 ദിന തീവ്രയജ്ഞ പരിപാടി മന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. കർദിനാൾ മാർ ജോർജ് ജേക്കബ് കുവക്കാടിന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘം പോപ്പ് ഫ്രാൻസിസിനെ സന്ദർശിച്ചു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കോൺഗ്രസ് MP കൊടിക്കുന്നിൽ സുരേഷ്, രാജ്യസഭാംഗം സത്യനം സിംഗ് സധു, മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ, ടോം വടക്കൻ, അനിൽ ആന്റണി, അനൂപ് ആന്റണി എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് അല്പസമയത്തിനകം കർദിനാളായി ഉയർത്തപ്പെടും. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്ത്യൻ സഭാ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു വൈദികൻ നേരിട്ട് കർദിനാളാകുന്നത്. മറ്റ് 20 പേരും ഇന്ന് കർദിനാൾ പദവിയിലേക്ക് ഉയരും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2025 ഇയർ ബുക്കും 2024 വോട്ടർ പട്ടിക സംക്ഷിപ്ത പുതുക്കലിന്റെ അവലോകന റിപ്പോർട്ടും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള ഗൈഡും രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2023-24 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ഗവർണർക്ക് കൈമാറി. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ 2 കേരളത്തിന്. ദാരിദ്ര്യമുക്തവും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കിയതിന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ ഗ്രാമപഞ്ചായത്ത് ദേശീയ തലത്തിൽ 2ാം സ്ഥാനം നേടി. പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ കില 1ാം സ്ഥാനം നേടി. ഹേമ കമ്മിറ്റിയിൽ മൊഴി നൽകിയവരുടെ സുരക്ഷയ്ക്കായി നോഡൽ ഓഫീസറെ നിയമിച്ചു. തീരദേശ സുരക്ഷാ സേന AIG G. പൂങ്കുഴലിയാണ് പരാതിയിന്മേൽ ഉചിതമായ നടപടിയെടുത്ത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ജനങ്ങളുടെ പരാതികൾ തീർപ്പാക്കുന്നതിനായി താലൂക്ക് തലത്തിൽ നടത്തുന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പോർട്ടൽ വഴി സമർപ്പിച്ച പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത്. അതാത് ജില്ലകളിൽ മന്ത്രിമാർ അദാലത്തിൽ പങ്കെടുക്കും. തിരക്ക് വർദ്ധിച്ചതോടെ ശബരിമലയിൽ CCTV നിരീക്ഷണം ശക്തമാക്കി. പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിലാണ് പോലീസ് പരിശോധനയും CCTV നിരീക്ഷണവും ശക്തമാക്കിയത്. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ മീഡിയ സെൽ ഉദ്ഘാടനം തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നാളെ മന്ത്രി R. ബിന്ദു നിർവഹിക്കും. കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS. ബാബു അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ സിനിമാ നയം കൊണ്ടുവരുമെന്ന് മന്ത്രി സജി ചെറിയാൻ കോഴിക്കോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ സുതാര്യമാണെന്നും മറച്ചുവെക്കാനൊന്നുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒഴിവാക്കിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിൽ ഇന്ന് ഉത്തരവുണ്ടായില്ല. വിവരാവകാശ കമ്മീഷനിൽ പുതിയ ഒരു പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിലാണ് പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്നാണ് വിവരം. ഗോത്രവിഭാഗത്തിലെ കുട്ടികളെ ദൃശ്യ സാങ്കേതിക വിദ്യയിൽ നൈപുണ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന കിനാവ് ട്രെൻഡ് പദ്ധതികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി V. ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമടങ്ങിയ സംഘം നാളെ കേരളത്തിലെത്തും. 16ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠന യാത്രകളുടെ ഭാഗമായാണ് 3 ദിവസത്തെ സന്ദർശനം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം പുരോഗമിക്കുന്നു. ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ബംഗളൂരു 2 ഗോളുകൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അധ്യക്ഷന്മാരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി തിങ്കളാഴ്ച സംവദിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്തം നവകേരളം, പാലിയേറ്റീവ് കെയർ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട് ഓൺലൈനായാണ് യോഗം. മന്ത്രിമാരായ MP രാജേഷ്, വീണ ജോർജ്, R. ബിന്ദു, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. ഉത്തരാഖണ്ഡ് ഋഷികേശിൽ ഗംഗാനദിയിൽ കാണാതായ മലയാളി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പത്തനംതിട്ട കോന്നി സ്വദേശി ആകാശിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 29-ന് ഗംഗാനദിയിൽ കാണാതാവുകയായിരുന്നു. കുവൈറ്റിൽ നിന്ന് ബാങ്ക് വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട സംഭവത്തിൽ കൂടുതൽ മലയാളികൾക്കെതിരെ കേസ്. നിലവിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത 10 പരാതികൾക്ക് പുറമെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ കുവൈറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥർ കേരളത്തിലെത്തും. 700 നഴ്സുമാർ ഉൾപ്പെടെ 1425 മലയാളികൾ 700 കോടിയോളം രൂപയാണ് വായ്പയെടുത്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.